വാർത്തകളിൽ എപ്പോഴും ഇടം പിടിക്കാറുള്ള രാഘവ് ചദ്ദ ഇപ്പോൾ വീണ്ടും തലക്കെട്ടുകളിൽ നിറയുകയാണ്. ഇത്തവണ കാരണം അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിയാണ്. ആം ആദ്മി പാർട്ടി അദ്ദേഹത്തെ രാജ്യസഭയിലെ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്ത് നിന്ന് നീക്കിയിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ രാഘവ് ചദ്ദ എങ്ങനെയായിരുന്നു? എന്തുകൊണ്ടാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇത്രയും ജനപ്രിയനായത്? ഇത് മറ്റു പല രാഷ്ട്രീയക്കാർക്കും മികച്ച ഒരു പാഠമാണ്. രാഘവ് ചദ്ദയ്ക്ക് പാർട്ടിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം പുതിയ കാര്യമൊന്നുമല്ല. രാജ്യസഭയിൽ എല്ലാ പാർട്ടിക്കും ഒരു നേതാവും ഒരു ഉപനേതാവും ഉണ്ടാകും. രാഘവ് ചദ്ദ പാർട്ടിയുടെ ഉപനേതാവായിരുന്നു. ആ സ്ഥാനത്ത് നിന്നാണ് അദ്ദേഹത്തെ ഇപ്പോൾ നീക്കിയത്. അദ്ദേഹത്തിന് പകരം അശോക് മിത്തലിനെ കൊണ്ടുവരികയും ചെയ്തു. ഈ ഡെപ്യൂട്ടി ലീഡർ എന്ന് പറയുന്ന സ്ഥാനം ഭരണഘടനാപരമായ ഒരു പദവിയല്ല. ഇത് പാർട്ടി നൽകുന്ന ഒരു ചുമതലയാണ്. നിങ്ങൾക്ക് പാർട്ടിയുടെ എംപിമാരെ ഏകോപിപ്പിക്കുക എന്നൊരു ജോലിയുണ്ട്. ആര് സംസാരിക്കണം, എന്ത് സംസാരിക്കണം, എപ്പോൾ സംസാരിക്കണം, ഏത് വിഷയത്തിൽ സംസാരിക്കണം എന്നീ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഈ ഉപനേതാവായിരിക്കും. പിന്നെ അവിടെ സംസാരിക്കാനുള്ള ടോപ്പിക്കുകളും ബാക്കിയുടെ വായ അടപ്പിക്കാനുള്ള തന്ത്രങ്ങളൊക്കെ മെയ്യുന്നതിന് നേതാവിനെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഉപനേതാവ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല, നേതാവ് ഇല്ലാത്ത സമയത്ത് നമ്മുടെ ഉപനേതാവിന് ചുമതല കൈയേറാം. രാജ്യസഭയിൽ ആം ആദ്മി പാർട്ടിക്ക് 10 മെമ്പേഴ്സ് ഉണ്ട്. പഞ്ചാബിൽ നിന്ന് 7 പേരും ഡൽഹിയിൽ നിന്ന് 3 പേരും. നിങ്ങളൊരു ഡെപ്യൂട്ടി ലീഡർ ആണെങ്കിൽ നിങ്ങൾക്ക് പാർട്ടിയുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് അവിടെ ഒരു പ്രാസംഗികനാകാം. പാർലമെന്റിൽ നിങ്ങളാണ് ആ പാർട്ടിയുടെ മുഖം. ഇപ്പോൾ അദ്ദേഹം ഡെപ്യൂട്ടി ലീഡർ അല്ലാത്തതിനാൽ ഇപ്പോൾ സംസാരിക്കാനുള്ള സമയം അദ്ദേഹത്തിന് കുറവായിരിക്കും. പിന്നെ പ്രധാന കാര്യം, തുടർന്നും അദ്ദേഹം രാജ്യസഭയിലെ ഒരു MP ആയിരിക്കും എന്നതാണ്. പാർട്ടി നൽകിയ ഒരു അധികാരമാണ് പോയത്, അല്ലാതെ സീറ്റല്ല. ഒരു രാഷ്ട്രീയക്കാരനെന്ന നിലയിൽ രാഘവ് ചദ്ദയുടെ യാത്ര വളരെ രസകരമാണ്. രാഘവന് വയസ്സ് 37. ആം ആദ്മി പാർട്ടിയുടെ തുടക്കം മുതൽ തന്നെ രാഘവ് പാർട്ടിയുടെ ഒപ്പമുണ്ട്. ആം ആദ്മി പാർട്ടി ഒരു സമരത്തിൽ നിന്നാണ് ഉണ്ടായത്. ആ സമരത്തിൽ രാഘവും ഒരു പങ്കാളിയായിരുന്നു. 26ാമത്തെ വയസ്സിൽ അദ്ദേഹം പാർട്ടിയുടെ ദേശീയ ട്രഷററായി നിയമിക്കപ്പെട്ടു. 2020 ഡൽഹി തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ രാഘവ് ചദ്ദ രാജേന്ദ്ര നഗർ സീറ്റിൽ നിന്ന് വിജയിച്ചു. തുടർന്ന് 2022 അദ്ദേഹം പാർട്ടിയുടെ രാജ്യസഭാ അംഗമായി. അദ്ദേഹം പറയുന്ന ഓരോ പോയിന്റും സാധാരണക്കാർ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളായിരുന്നു. എയർപോർട്ടിലെ ഉയർന്ന ഭക്ഷണവില 2024 അദ്ദേഹം അത് രാജ്യസഭയിൽ അവതരിപ്പിക്കുകയും അതിനൊരു മറുപടി എന്നോണം ഉഡാൻ യാത്രി കഫേകൾ ആരംഭിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, മെട്രോ സിറ്റികളിലെ ഗതാഗത കുരുക്കിനെ പറ്റി അദ്ദേഹം സംസാരിച്ചു. പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനായി നാഷണൽ അർബൻ ഡീകൺജക്ഷൻ മിഷൻ രൂപീകരിക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇതിൽ ഒരു പാറ്റേണുണ്ട്. അദ്ദേഹം ഇതിലൊന്നും ഒരു പാർട്ടിയും ആക്രമിക്കുന്നില്ല. മിക്കപ്പോഴും എതിർ പാർട്ടികളുടെ കുറ്റം കണ്ടുപിടിക്കാനാണ് മറ്റു പാർട്ടിക്കാർ ശ്രമിക്കുമ്പോൾ രാഘവ് ചദ്ദ സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്കായി നിലകൊണ്ടു. പക്ഷേ രാഘവും ഇതുപോലെ മറ്റു പാർട്ടിക്കാരെ എതിർത്ത് തങ്ങളുടെ പാർട്ടിയെ വലുതാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഇന്നും രാഘവ് ചദ്ദ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്ത് അവിടെ ഉണ്ടാകുമായിരുന്നു. എന്നാൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും രാഷ്ട്രീയക്കാർ ഉയർത്തിക്കാട്ടേണ്ട യഥാർത്ഥ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. അതിനാൽ അദ്ദേഹം മീമുകളിൽ ഇടം നേടി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇന്ത്യ മുഴുവനായി അലയടിച്ചു. ഒന്നാമതായി, അദ്ദേഹം പ്രസന്റബിൾ ആണ്. എങ്ങനെ സ്വയം അവതരിപ്പിക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാം. റീലുകളിൽ ഏതാണ് ട്രെൻഡിങ് എന്നും അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട്. കൂടാതെ അദ്ദേഹം ഒരു സിനിമാ താരത്തെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അത് അദ്ദേഹത്തെ എപ്പോഴും ഒരു പേജ് 3 വാർത്തകളിൽ ഇടം നൽകാറുണ്ട്. അദ്ദേഹം കപിൽ ശർമ്മ പോലുള്ള ഷോകളിൽ പ്രത്യക്ഷപ്പെട്ടു. വെറുതെ വരിക മാത്രമല്ല, വളരെ രസകരമായി സംസാരിക്കാനും ആൾക്കാരെ കയ്യിലെടുക്കാനും അദ്ദേഹത്തിൻ്റെ കഴിവ് ആ ഷോയിൽ നമ്മൾ വ്യക്തമായി കണ്ടതാണ്. അതൊക്കെ കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ ഇത്രയും ഫാൻസ് ഉണ്ടാകാനുള്ള കാരണം. രാഘവിന് ആം ആദ്മി പാർട്ടിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അടുത്തിടെയൊന്നും പാർട്ടിയുടെ ഒരു പത്രസമ്മേളനത്തിൽ പോലും നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ തന്നെ പാർട്ടി വക്താവെന്ന നിലയിൽ പാർട്ടിയെപ്പറ്റി എന്തെങ്കിലും സംസാരിക്കുന്നതായോ പാർട്ടിയുടെ എന്തെങ്കിലും വിഷയത്തിൽ ഒരു നിലപാടുള്ളതായോ എവിടെയും പറഞ്ഞതായോ നമ്മൾ കണ്ടിട്ടില്ല. ഇത് ഒറ്റ രാത്രി കൊണ്ട് തുടങ്ങിയതല്ല. 2024 തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവരുടെ പാർട്ടിക്കെതിരെ വലിയൊരു ആരോപണം വന്നു. മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അവരുടെ പാർട്ടിയുടെ പ്രധാന നേതാവായ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാകുന്നു. ആ സമയത്ത് രാഘവ് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇതിന് അദ്ദേഹം പറഞ്ഞ റീസൺ തൻ്റെ കണ്ണിൻ്റെ ശസ്ത്രക്രിയയ്ക്കായി UK പോയിരിക്കുകയായിരുന്നു എന്നാണ്. ഫെബ്രുവരി 2025 ഡൽഹി തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ദയനീയമായി പരാജയപ്പെട്ടു. അപ്പോഴും രാഘവ് മാധ്യമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നു. അടുത്ത വർഷം, അതായത് 2026 അരവിന്ദ് കെജ്രിവാളിന് ക്ലീൻ ചീട്ട് ലഭിക്കുന്നു. അപ്പോഴും രാഘവ് നിശബ്ദനായി തുടർന്നു. ആസാം തിരഞ്ഞെടുപ്പിനായിട്ടുള്ള സ്റ്റാർ ക്യാമ്പയിനിങ്മാരുടെ ലിസ്റ്റിൽ പോലും രാഘവിൻ്റെ പേര് കണ്ടില്ല. ഇതിനർത്ഥം പാർട്ടിക്കും അദ്ദേഹത്തിനും ഇടയ്ക്ക് കാര്യങ്ങളൊന്നും സ്മൂത്തായിട്ട് നടക്കുന്നില്ല എന്ന് തന്നെയാണ്. ഇത്രയധികം പ്രശ്നങ്ങൾ പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടും അദ്ദേഹം എങ്ങനെയാണ് ഇപ്പോഴൊരു ജനപ്രിയനായി നിൽക്കുന്നത്?
പ്രസക്തമായ വിഷയങ്ങളിൽ എപ്പോഴും സാന്നിധ്യം അറിയിക്കുക. നിങ്ങൾക്ക് സങ്കീർണമായേക്കാവുന്ന പോരാട്ടങ്ങളിൽ നിങ്ങൾ നിശബ്ദത പാലിക്കുക. ഒരു പക്ഷേ അദ്ദേഹം പാർട്ടിക്കെതിരെ ചെളിവാരി എറിഞ്ഞ് തൻ്റെ വാക്കുകൾ കൊണ്ട് പാർട്ടിയെ മുറിവേൽപ്പിച്ചിരുന്നു എങ്കിൽ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തത കുറയുമായിരുന്നു. എന്നാൽ അദ്ദേഹം മാന്യമായ വഴിയാണ് തിരഞ്ഞെടുത്തത്. അടുത്തത് ഏറ്റവും പ്രധാനം യുവാക്കളെ ആകർഷിക്കുക എന്നതാണ്. ഏത് രാജ്യമായാലും ഓർഗനൈസേഷനായാലും യുവാക്കളാണ് അതിൻ്റെ ഭാവി തീരുമാനിക്കുന്നത്. നിങ്ങൾ യുവാക്കളെ ആകർഷിക്കുകയാണെങ്കിൽ നിങ്ങൾ മിക്കവാറും ശരിയായ പാതയിലാണ്. അടുത്തത് നിങ്ങളുടെ ജോലി നന്നായി ചെയ്യുക എന്നതാണ്. അദ്ദേഹം രാജ്യസഭയിലെ ഒരു അംഗമാണ്. അതായത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കേണ്ടതുണ്ട്. അത് അദ്ദേഹം ഭംഗിയായി ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് ആർക്കും ജോലിയുടെ പേരിൽ അദ്ദേഹത്തിന് നേരെ വിരൽ ചൂണ്ടാൻ കഴിയില്ല. രാഷ്ട്രീയക്കാരനെന്ന നിലയിൽ നിങ്ങൾ നിങ്ങളുടെ ജോലി ശരിയായി ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ജനങ്ങൾ നിങ്ങൾക്ക് നേരെ തിരിയുന്നത്? പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഫലം കാണുമ്പോൾ. പല രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്ന 2 വിഷയങ്ങളുണ്ട്. 2027 പഞ്ചാബ് തിരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം ഒരു സർപ്രൈസ് നൽകിയേക്കാം. കോൺഗ്രസിനും BJPക്കും ആം ആദ്മി പാർട്ടി ഒരു തലവേദനയാണല്ലോ. അവർക്ക് ജനപ്രിയനായ, ഇതിനകം തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു മുഖം ആവശ്യമാണ്. അതുകൊണ്ട് 2 പാർട്ടികളിൽ ആരെങ്കിലും ഒരാൾ അദ്ദേഹത്തെ കൊത്തിക്കൊണ്ടു പോകുമെന്നത് ഏറെക്കുറെ ഉറപ്പായ വിഷയമാണ്. 2028 വരെ അദ്ദേഹത്തിൻ്റെ സീറ്റ് അദ്ദേഹത്തിന് ഉറപ്പാണ്. അദ്ദേഹം ഇപ്പോഴും രാജ്യസഭ MP തന്നെയാണ്. അതുകൊണ്ട് 2029 ലോക്സഭാ ഇലക്ഷൻ വരെ അദ്ദേഹം സൈലൻ്റായി ഇരിക്കാനുള്ള ചാൻസുകളും കാണുന്നുണ്ട്.